എറണാകുളത്തെ വിമത പ്രശ്നം ഒരിക്കലും അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന യൂദാസുകൾ തന്നെയാണ് വിമതന്മാരെ ഇപ്പോൾ നയിക്കുന്ന ചില മെത്രാൻ. ഇനിയും വിശ്വാസികളുടെ ക്ഷമ നിങ്ങൾ പരീക്ഷിക്കരുതെന്നാണ് ഇപ്പോൾ ഒന്നുകൂടി പറയാനുള്ളത്. മെത്രാന്മാർ ഓർക്കേണ്ട ഒരു ഏടുണ്ട് സുവിശേഷത്തിൽ. ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ നിന്നും പശ്ചാത്താപ വിവശനായി പിതാവിന്റെ പക്കൽ മടങ്ങി വന്നപ്പോഴാണ് ആ പിതാവ് അവനെ സ്വീകരിച്ചത്. പിതാവ് ആ പുത്രനെ തേടി പന്നിക്കുഴിയിൽ പോയില്ല. ഇവിടെ നവമെത്രാൻ സമിതി സഭയെ ധിക്കരിക്കുന്ന വിമതരെ തേടി പന്നിക്കുഴി കയറി ഇറങ്ങുന്ന ഗതികേടാണ് വിശ്വാസികൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടത്. പശ്ചാത്തപിക്കുന്ന പാപിയോടാണ് കരുണ കാട്ടേണ്ടത്. സഭയെ വെല്ലുവിളിക്കുന്ന അനുസരണം കെട്ട ധൂർത്തപുത്രന്മാർ അന്വദിപ്പിക്കാത്ത കാലത്തോളം കരുണ അവർ അർഹിക്കുന്നതേയില്ല. അർഹിക്കുന്ന ശിക്ഷ നൽകി പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും വിമത പുരോഹിതരെ ഇനിയെങ്കിലും ഈ ഈസ്റ്റർ ദിനത്തിലെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന് അമാന്തം കാട്ടുന്ന മെത്രാൻ സിനഡുണ്ടല്ലോ, അത് വിശ്വാസികളെ വഞ്ചിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത ഭരണം മാർപ്പാപ്പയെ ഏൽപ്പിച്ച് കൈ കഴുകിയ മെത്രാൻ സംഘം 9 അംഗ മെത്രാൻ സമിതിയെ വിമതരുമായി കൂട്ടിച്ചേർക്കുക വഴി ഏകീകൃത കുർബാന നടപ്പാക്കുന്ന വഴികൾ അങ്ങ് അടച്ചു പൂട്ടി. സാധുവായ ഒരു കുർബാന പങ്കെടുക്കാനുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ വർഷങ്ങളുള്ള അവകാശം ഇപ്പോഴും നിഷേധിച്ചുകൊണ്ടേയിരിക്കും. ആ മെത്രാന്മാർ മാപ്പർഹിക്കുന്നില്ല എന്ന് തന്നെ പറയണം. മെത്രാൻ സ്ഥാനത്തോട് നീതി പുലർത്താൻ കഴിയാത്തവർ ഒരിക്കലും ആ പദവിയിൽ തുടരരുത്. അവരാ പദവി കൈവിട്ടൊഴിയണം. പറഞ്ഞ് വിശ്വാസികൾ മടുത്തു. കേട്ട് മെത്രാന്മാർ മടുത്തെങ്കിലും ഈ ഒരു ഉപദേശം കേൾക്കുമെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നിപ്പോകും വിശ്വാസികൾക്ക് ഇപ്പോൾ. കാരണം വർഷങ്ങളായി പറയുകയാണ് ഏകീകൃത കുർബാനയാണ് വിശ്വാസികൾക്ക് വേണ്ടത്, അല്ലാതെ ഈ കാണുന്ന ഒരു തോന്നിയാവാസവും. അതുകൊണ്ട് തന്നെ മെത്രാൻ സിനഡ് ഇനിയെങ്കിലും ഒരു നട്ടലുള്ള തീരുമാനത്തിൽ ചെന്നെത്തണം. ഒന്നുകിൽ ഏകീകൃത കുർബാന, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ജനാധിപത്യ കുർബാന അർപ്പിക്കാൻ തയ്യാറുള്ള, ആ കുർബാന കൊള്ളാൻ തയ്യാറുള്ള വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു വരും, നിങ്ങൾ ചെയ്തു കൊള്ളുക. ഏകീകൃത കുർബാന അത് വിശ്വാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ആ ഏകീകൃത കുർബാനയ്ക്ക് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ വിശ്വാസികളെ വെറുതെ വിടുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം വിശ്വാസികളുടെ ജീവനും രക്തവും എല്ലാം ഏകീകൃത കുർബാന തന്നെയാണ്, ഹോളി മാസ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മെത്രാൻ പദവിയോട് നീതി പുലർത്താനോ നേര് കാട്ടാനോ ഈ മെത്രാന്മാർക്കാകുന്നില്ലെങ്കിൽ പിന്നെ ആ പദവിയിൽ ഇരിക്കരുത്. എത്രയും വേഗം ആ പദവി ഒഴിഞ്ഞങ്ങ് മാറിക്കൊടുക്കുക.